നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. വരാപ്പുഴയിൽ പോലീസ് കസ്റ്റഡിയിൽ ശ്രീജിത്ത് കൊല്ലപ്പെട്ടത് ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിൽ മൂന്നാം മുറ പാടില്ലെന്ന് താക്കീത് ചെയ്തിട്ടുണ്ട്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനെ മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. കമ്മീഷന്റെ ജോലി ചെയ്താൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. വരാപ്പുഴ കസ്റ്റഡി മരണം സംബന്ധിച്ച അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മൂന്നാം മുറയെ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല. പോലീസുകാരിൽ ചെറിയൊരു വിഭാഗത്തിനാണ് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ളത്. ഇവർക്കെതിരെ കർക്കശമായ നടപടിയുണ്ടാകും. മൂന്നാം മുറയുമായി ബന്ധപ്പെട്ട ആരോപണം ഇതാദ്യമല്ല. എന്നാൽ ശക്തമായ നടപടിയുണ്ടായത് ഇതാദ്യമായിട്ടാണ്. അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ എത്ര ഉന്നതരായാലും നടപടിയുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ച് IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ 15 അംഗ അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത്. ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ റിമാൻഡിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ മറ്റാർക്കെങ്കിലും ഉത്തരവാദിത്വമുണ്ടെന്ന് കണ്ടാൽ അവരും ഇതിന്റെ ഭാഗമായി മാറും. കേസ് CBIക്ക് വിടണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല വഹിക്കുന്നയാള് ആ ചുമതലയാണ് വഹിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വേണം. നേരത്തെയുള്ള രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി കാര്യങ്ങൾ പറയുകയല്ല വേണ്ടത്. അത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പല പ്രസ്താവനകളും കാണുന്നത്. അതൊരു ശരിയായ നിലപാടാണെന്ന് തോന്നുന്നില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ മനുഷ്യാവകാശ കമ്മീഷന് പണിയെടുത്താൽ മതിയെന്ന്. വിദേശ യുവതി ലിഗയുടെ മരണം ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ലിഗയുടെ ബന്ധുക്കൾ തന്നെ കാണാൻ ശ്രമിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി. അന്വേഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾക്കും തന്റെ ഓഫീസ് സഹായം നൽകിയിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കാൻ ശ്രമം നടക്കുന്നു. സോഷ്യൽ മീഡിയ ഹർത്താലിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണെന്നത് ഇതിന്റെ ഉദാഹരണമാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. രാഷ്ട്രീയക്കാർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാനില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ P. മോഹൻദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ദിനംപ്രതി 100 കണക്കിന് പരാതികൾ തന്റെ മുന്നിൽ എത്താറുണ്ട്. അതിലൊക്കെ നീതിയുക്തമായ തീരുമാനമാണ് എടുക്കുന്നതെന്നും മോഹൻദാസ് പ്രതികരിച്ചു. രാഷ്ട്രീയക്കാർക്ക് പലതും പറയാം. മുഖ്യമന്ത്രി ഒന്ന് പറയും, പ്രതിപക്ഷ വേറെന്ന് പറയും, BJPക്കാരൻ വേറെന്ന് പറയും. ഇവരെല്ലാവരും എല്ലാ കമ്മീഷൻ മുമ്പാകെ പല കേസുകളിലൊക്കെ ആയിട്ട് പ്രതികളുമാണ്. മുഖ്യമന്ത്രിയായിട്ടില്ലെങ്കിലും ഈ ഭാഗത്തുള്ള എല്ലാ ആളുകളും പലതരത്തിൽ പ്രതികളാണ്. ഇതിലെല്ലാം ഞാൻ എഗൻസ്റ്റും ഫോറും ഒക്കെ ഓർഡറും കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പും. അപ്പൊ അതുകൊണ്ട് ഞാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി ഭേദമന്യേ എല്ലാവരുടെയും കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നുണ്ട്. എനിക്ക് അതിനകത്ത് പറയാനുണ്ട്. ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ അഖില ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് അന്വേഷിച്ചാൽ പല ഉന്നതരും രക്ഷപ്പെടുമെന്ന് അഖില റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതേസമയം ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ അറസ്റ്റിലായ RTF ഉദ്യോഗസ്ഥരുടെ തിരിച്ചറിയൽ പരേഡ് കാക്കനാട് ജില്ലാ ജയിലിൽ നടന്നു. എല്ലാ പ്രതികളെയും തിരിച്ചറിഞ്ഞതായി ബന്ധുക്കൾ അറിയിച്ചു. വരാപ്പുഴ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ അഖിലയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അപേക്ഷ ഇന്ന് രാവിലെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലെന്ന് അഖില അപേക്ഷയിൽ വ്യക്തമാക്കുന്നു. പോലീസ് അന്വേഷണം നടത്തിയാൽ പല ഉന്നതരും രക്ഷപ്പെടുമെന്ന ആശങ്കയും ശ്രീജിത്തിന്റെ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ കാക്കനാട് ജില്ലാ ജയിലിൽ RTF ഉദ്യോഗസ്ഥരുടെ തിരിച്ചറിയൽ പരേഡ് നടന്നു. മുഴുവൻ പ്രതികളെയും ശ്രീജിത്തിന്റെ കുടുംബം തിരിച്ചറിഞ്ഞു. അന്ന് വന്ന 3 പേരെ ഞങ്ങളവിടെ കണ്ട് 17 പേരാണ് നിർത്തിവെച്ചത്. അതിൽ ആ 3 പേര് കണ്ടായിരുന്നു. അവര് പാന്റ് ഷർട്ടിൽ തന്നെയാണ് നിർത്തിവെച്ചത്. വേറെ ഡ്രസ്സായിരുന്നു, കളർ ഡ്രസ്സായിട്ടാണ് നിർത്തിവെച്ചത്. മനസ്സിലായി പറഞ്ഞു. അന്ന് കണ്ട പോലെ ഒന്നല്ല ഇപ്പോഴും, എന്നാലും നമുക്കത് മനസ്സിലായി. പറഞ്ഞു അവരോട്, മജിസ്ട്രേറ്റിനോട് ഞങ്ങൾ പറഞ്ഞു. ഈ 3 പേര്. ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തെ തുടർന്ന് സസ്പെൻഷനിലായ പറവൂർ CI ക്രിസ്പിൻ സാമിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുമെന്ന സൂചനയാണ് അന്വേഷണ സംഘം നൽകുന്നത്. സാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. കസ്റ്റഡിയിൽ മരിച്ച ശ്രീജിത്തിന്റെ സുഹൃത്തുക്കൾ മാധ്യമങ്ങളെ കണ്ടു. ശ്രീജിത്തിന്റെ വീട്ടിൽ വെച്ചാണ് വീടാക്രമണ കേസിൽ ശ്രീജിത്തിനൊപ്പം കസ്റ്റഡിയിൽ ഉൾപ്പെട്ട സുഹൃത്തുക്കൾ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. 3 ഇടങ്ങളിലായി ശ്രീജിത്തിന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞു. നിർണായക വെളിപ്പെടുത്തലുകളുമായാണ് വീടാക്രമണ കേസിൽ ജാമ്യത്തിലിറങ്ങിയ കൂട്ടുപ്രതികൾ മാധ്യമങ്ങളെ കണ്ടത്. വരാപ്പുഴ സ്റ്റേഷനിൽ വെച്ച് ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള പ്രതികളെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ഇവർ വ്യക്തമാക്കി. ശ്രീജിത്തിന് എന്താ പറയാ, ഇപ്പൊ മർദ്ദനത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്നെക്കാളും കൂടുതലായിട്ടാണ് ശ്രീജിത്തിനായിരിക്കും. വെച്ചാൽ ശ്രീജിത്തിനെ 3 തവണയായിട്ട് കിട്ടിയാണ്. ഒന്ന് ഇവിടുന്ന് RTFകാർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, പിന്നെ ശനിയാഴ്ച രാവിലെ ദീപക് സാറിന്റെ വക, പിന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആ പോലീസുകാരനെ 3 ടൈമിൽ. എനിക്ക് 3 ടൈമായിട്ട് കിട്ടിയിട്ടുണ്ട് സംഭവം. ശ്രീജിത്തിനെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ച
RTF ഉദ്യോഗസ്ഥർ മുതൽ ശ്രീജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർ വരെ ക്രൂരമായി മർദ്ദിച്ചു. വരാപ്പുഴ SI അതിക്രൂരമായി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. പോലീസിന്റെ ഇടിയേറ്റ് വയറുവേദനയായി കിടന്നിരുന്ന ശ്രീജിത്തിനെ അസഭ്യം പറഞ്ഞാണ് SI ദീപക് ചവിട്ടിയതെന്നും ശ്രീജിത്തിന്റെ കൂട്ടുപ്രതികളായിരുന്ന ഇവർ വ്യക്തമാക്കി. ഒറ്റ ആള് പോലും ഇരിക്കാനും പാടില്ല, കിടക്കാനും പാടില്ല, എല്ലാവരും എഴുന്നേറ്റിക്കടാന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീജിത്ത് മാത്രം വയറുവേദനയെടുത്ത് കിടക്കണായിരുന്നു. ആ സമയത്താണ് സെല്ല് തുറന്നു വന്നിട്ട് ശ്രീജിത്തിനിട്ട് ചവിട്ടിയത്. അത് ഒരു 1.5 ചവിട്ടായിരുന്നു. എന്നിട്ടാണ് ശ്രീജിത്തിനെ എഴുന്നേക്കാൻ പറ്റുള്ള ചവിട്ടിയത്. അതുക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ട്. എന്നിട്ട് ഞങ്ങളാണ് പിടിച്ചെഴുന്നേപ്പിച്ച് അവന് ഭിത്തി വെച്ച് ചാരി നിർത്തിയത്. പ്രതികളെ അതിക്രൂരമർദ്ദനത്തിനിരയാക്കി വരാപ്പുഴ ലോകം ഇടിമുറിയാക്കിയെന്നും ഇവർ പറയുന്നു. വയറുവേദന കൊണ്ട് കരഞ്ഞിട്ടും ശ്രീജിത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് ശ്രീജിത്ത് തുടർച്ചയായി ഛർദ്ദിച്ച് അവശനായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലീസ് തയ്യാറായത്. ശ്രീജിത്തിന്റെ മുഖത്ത് മറ്റേ മൂക്ക് ചളങ്ങിയിരിക്കണം, ഇവിടെ മുഖത്ത് സ്റ്റിച്ചൊക്കെ ഉണ്ട്. സാറ് ഞങ്ങളോട് നിൽക്കുന്ന സമയത്ത് അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആയിക്കൂടെ ആ വയറുവേദന ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ കാണുന്ന മുറിവുകളോ ചതവോ ചോരപ്പാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല സാറേ എന്ന് പറഞ്ഞപ്പോ അതിപ്പോ എന്താ പറയാ, നമ്മൾ ഓക്സിജന്റെ മാസ്ക് മുഖത്ത് വെക്കൂല, അത് ആ സമയത്ത് അറിയാണ്ട് മാസ്ക് വെച്ച സമയത്ത് മൂക്ക് ചളങ്ങി പോയതായിരിക്കും എന്നൊക്കെ ഒരു കോമഡി ഡയലോഗ്. പോലീസുകാരുടെ ക്രൂര മർദ്ദനത്തെ തുടർന്നുണ്ടായ പാടുകളാണ് ശ്രീജിത്തിന്റെ ശരീരത്തിലുണ്ടായതെന്നും ഇവർ വ്യക്തമാക്കി. വീടാക്രമണ കേസിൽ CPM പ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. റിപ്പോർട്ടർ, കൊച്ചി. ശ്രീജിത്തിന്റെ ഭാര്യ അഖില, ശ്രീജിത്തിന്റെ സഹോദരൻ രഞ്ജിത്ത്, റഹീം, CPIM നേതാവ് മുഹമ്മദ് ഷിയാദ്, കോൺഗ്രസ് നിർമ്മൽ, BJP നേതാവ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ. ആദ്യം ശ്രീമതി അഖില, ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്ന് ശ്രീജിത്തിന്റെ കുടുംബത്തിന് തോന്നാനുള്ള കാരണങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്? ഹലോ, പറയാം. ഇപ്പം അന്വേഷണം നടത്തിക്കൊണ്ട് വന്നതെന്ന് വെച്ചാൽ അതിൽ ഇനിയും ഉൾപ്പെടാത്ത കുറേ പ്രതികളുണ്ട്. മോളിൽ നിന്ന് തുടങ്ങുന്നത് തന്നെ SP ഉണ്ട്, അതിൻ്റെ താഴെ CI, പിന്നെ പോലീസിൽ അന്ന് സ്റ്റേഷനിലുണ്ടായ പോലീസുകാരുണ്ട്. പിന്നെ ശ്രീജിത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ വഴി നന്നായിട്ട് ഉപദ്രവിച്ചെന്ന് ഇപ്പോൾ വിനുവൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലുണ്ടായ പോലീസുകാർ ഇനിയും പിന്നെ ഡോക്ടർ, അഞ്ജന, അങ്ങനെ കുറേ പേര് ഇതിൽ ഉൾപ്പെടാത്തതുണ്ട്. അപ്പം അവരെയൊക്കെ ഇതിൽ ഇപ്പം ഈ 4 പേരെ കൊണ്ട് ഈ കേസ് ഒതുങ്ങും എന്ന് ഇത് വന്നതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം വേണം. കാരണം ഇത്രയും പേര് പുറമേ നിൽപ്പുണ്ട്, വലിയ ഉദ്യോഗസ്ഥർ. ഇതിന് ഇനി പലരും ഉണ്ടാകുന്ന നമുക്കറിയാൻ പാടില്ല, എന്നാലും കാണുക ഇത്രയും പേരുണ്ട്. അപ്പം ഇത്രയും പേർക്കും കൂടി ഇതിൽ പങ്കുണ്ട്. അപ്പം ഇതും കൂടി തെളിയിക്കാനായിട്ടൊരു CBI അന്വേഷണം വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങളിന്ന് കേരള ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തത്. പോലീസിന്റെ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. നല്ല രീതിയിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ഇതിൽ ഇപ്പോൾ ശ്രീജിത്ത് മരിച്ചിട്ട് ഇപ്പം ഇന്ന് 16 ദിവസമായി. എന്നിട്ട് പോലും ആ 4 പ്രതികളിൽ ഒതുങ്ങി നിൽക്കണേണ്. അവരും കറക്റ്റ് പ്രതികൾ തന്നെയാണ്, എന്നാൽ പോലും അതിൽ ഒതുങ്ങി നിൽക്കണേണ്. അപ്പോൾ ബാക്കിയുള്ളവരെ ഇനി കുറേ പേരുണ്ട്, ഇതിൽ അംഗങ്ങളായുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണമല്ലോ. പക്ഷെ അത് ഇത്രയും ദിവസമായിട്ട് അവർക്കതിന് സാധിച്ചിട്ടില്ല ഇന്ന് വരെ. എന്നതുകൊണ്ടാണ് ഞങ്ങളത് വേഗം അന്വേഷിച്ച് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടണമെന്നുള്ളൊരു ഇത് വെച്ചാണ് ഹൈക്കോടതിയിൽ CBIയുടെ ഇത് കൊടുത്തേക്കണത്. CIAയും SPIയും പ്രതികളാക്കണമെന്നാണോ ആവശ്യം? CIAയുടെയും SPയുടെയും പങ്കാളിത്തം സംബന്ധിച്ച് ഇതിനകം തന്നെ ക്രൈംബ്രാഞ്ച് DIG ശ്രീജിത്ത് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഒരു അന്വേഷണം നടത്താനുള്ള സാവകാശം ക്രൈംബ്രാഞ്ചിന് കൊടുക്കണ്ടേ? അവർക്ക് അതിനുള്ള അന്വേഷണം നടത്താനുള്ള സാവകാശം കൊടുത്ത് ഇപ്പം 16 ദിവസമായല്ലോ. അപ്പം അതിനുള്ളിൽ ഇപ്പം SPക്ക് സ്ഥലം മാറ്റം വരെ അവർ കൊടുത്ത്.
ഇപ്പം SP പറഞ്ഞിട്ടാണ് ഈ ടൈഗർ ഫോഴ്സ് ഇവിടെ വന്ന് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തതെന്ന് ഇവർ തന്നെ ഈ ടൈഗർ ഫോഴ്സ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ CA അന്ന് സ്റ്റേഷനിൽ രാത്രി ചെന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ കൂടെ വന്ന പ്രതികളായ അവരും തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എതിരായുള്ള അവരുടെ പങ്ക് ഇതിലെന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് എന്താണ് ഇതിനുള്ള പങ്കെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കൊടുക്കാവുന്ന എന്താണ് അതിലുള്ള കുറ്റം ഏതാണ് നടപടി നിയമ നടപടി ഏതാണെന്ന് വെച്ചാൽ അത് അവർക്ക് മേലിൽ ചുമത്തണം എന്നാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്. ശ്രീ A. റഹീം, നേരത്തെ അഖില സൂചിപ്പിച്ച 16 ദിവസം, ആ 16 ദിവസങ്ങൾക്ക് ശേഷമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിക്കുന്നത്. ഇന്നും ഈ 16ാമത്തെ ദിവസം പിന്നിടുമ്പോഴും ശ്രീ A. റഹീം മുഖ്യമന്ത്രി മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധി പോലും വരാപ്പുഴയിൽ അഖിലയുടെ ശ്രീജിത്തിൻ്റെ വീട്ടിൽ പോയിട്ടില്ല എന്നുള്ളത് എല്ലാവരെയും, കേരളത്തിലെ എല്ലാവരെയും ലജ്ജിപ്പിക്കേണ്ടതല്ലേ? അല്ല, ഇതിനകത്ത് സ്ഥലം സന്ദർശിക്കുന്നില്ല എന്നുള്ള ആരോപണം നിങ്ങൾ ആരോപണമായി ഉയർത്താൻ കഴിയും. മുഖ്യമന്ത്രി ഇന്നേ പ്രതികരിച്ചുള്ളൂ എന്നതും ആരോപണമായി ഉയർത്താൻ കഴിയും. പക്ഷേ ശരിയാണ്, അത് രണ്ട് ഫാക്റ്റാണല്ലോ. പക്ഷേ ഒരു ഫാക്റ്റ് എന്തുകൊണ്ട് പറയുന്നില്ല? ഇതിനേക്കാൾ മുകളിൽ മറ്റൊരു ഫാക്റ്റ് ഉണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ലോകമർദ്ദനങ്ങളുടെ ചരിത്രമെടുത്താൽ റെക്കോർഡ് വേഗതയിൽ പ്രതികളെ കയ്യാമ വയ്ക്കാൻ കഴിഞ്ഞു. നിങ്ങൾ നോക്കൂ, ഏപ്രിൽ 9 സംഭവം നടക്കുന്നത്. ഏപ്രിൽ 12 പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 19 അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു. ശരിയാണ്, മുഖ്യമന്ത്രിയും ഒരുപക്ഷെ A. റഹീമും ആ നിലയിലാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ആർക്കും തൃപ്തിയില്ലല്ലോ റഹീം. അഖില പറയുന്നു ഞങ്ങൾക്ക് CIAയും SPയെയും സംശയമുണ്ട്. ഈ SPയുടെ കീഴിലല്ലേ RTF? SP പറഞ്ഞിട്ടല്ലേ ഈ RTFകാർ വന്ന് ശ്രീജിത്തിനെ പിടിച്ചുകൊണ്ട് പോവുകയും മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത്? എന്തുകൊണ്ട് SPയെ ട്രാൻസ്ഫർ മാത്രം ചെയ്യുന്നു? എന്തുകൊണ്ട് SPക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല? ഇത്രയധികം 16 ദിവസം പിന്നിട്ടിട്ടും ഇവർക്കെതിരായ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് പോലുമല്ല, അവരുടെ കുടുംബത്തിൽ നിന്നുമാണ്. പ്രതിപക്ഷ നേതാവ് ഇന്നും നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് തൃപ്തികരമായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഇരകളായവർക്ക് തൃപ്തികരമല്ല. ശ്രീ നികേഷ്, അഖിലയോടാണ് നിങ്ങൾ ആദ്യം ചോദിച്ചത്. അന്വേഷണം നന്നായി നടക്കുന്നു എന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത് എന്നായിരുന്നു അങ്ങയുടെ ചോദ്യം. അതിന് അഖില ഈ ഡിസ്കഷനിൽ പറഞ്ഞ മറുപടി അന്വേഷണം തൃപ്തികരമായിരിക്കും, പക്ഷേ ഇന്ന ആൾക്കാരെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെ നികേഷ് മനസ്സിലാക്കൂ, അന്വേഷണം പൂർത്തിയായിട്ടില്ല, അന്വേഷണം തുടരുകയാണ്. SP ജോർജിനെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയത് അദ്ദേഹത്തിനെതിരായിട്ട് ഈ കുറ്റകരം കണ്ടെത്തി അദ്ദേഹത്തെ ചെറിയ നടപടിയെടുത്ത് അങ്ങനെയല്ല. അന്വേഷണം ക്രൈംബ്രാഞ്ച് IG ശ്രീ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരുന്നു. അന്വേഷണത്തിൽ കുറ്റവാളികളാണെന്ന് കണ്ടാൽ ഇപ്പോഴകത്ത് പോയി കിടക്കുന്നവരെ പോലെ ഇവരും പോയി കിടക്കേണ്ടി വരും. അത് CE ആയാലാകട്ടെ, SP ആയാലാകട്ടെ, ഇനി അതിന് പുറത്തുള്ള ആരെങ്കിലും ആയാലാകട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഗവൺമെന്റ് ലോകമർദ്ദനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് അല്ല. ലോകമർദ്ദനം ഉണ്ടായിട്ടുണ്ട് തെളിഞ്ഞ സാഹചര്യത്തിൽ ഒടുവിലത്തെ കുറ്റവാളിയെയും എത്രയും വേഗതയിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനുണ്ട്. ഇത് സംബന്ധിച്ച് വലിയ തർക്കത്തിനൊന്നും പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ താങ്കളുമായി ഞാൻ ആ വിഷയത്തിൽ തർക്കിക്കുന്നുമില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഇതിനകത്ത് എന്താ തെളിയിക്കപ്പെടാനുള്ളത്? ആദ്യം ക്രൈംബ്രാഞ്ച് DIG ശ്രീജിത്ത് പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തു, ഇതിൽ പോലീസിൻ്റെ പങ്കാളിത്തം ഇല്ല എന്ന് പറഞ്ഞ്. കാരണം ശ്രീജിത്ത് തൊട്ടടുത്ത വീട്ടിലെ വാസുദേവൻ എന്ന് പറയുന്നയാളുമായിട്ടുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത് എന്ന വിലയിരുത്തലായിരുന്നു പോലീസ് ക്രൈംബ്രാഞ്ചിന് നൽകിയത്. അതാണ് പ്രാഥമിക റിപ്പോർട്ടായി ലോക് ബെഹ്റയ്ക്ക് ശ്രീജിത്ത് നൽകിയിട്ടുള്ളത്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കാര്യം പിടികിട്ടുന്നത്, ഈ നിലയിൽ ആളുകൾ പ്രതികളായിട്ടുള്ളത്. ഇവിടെ ശ്രീജിത്ത് അല്ല യഥാർത്ഥ പ്രതി. പോലീസ് ശ്രീജിത്തിനെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. യഥാർത്ഥ പ്രതി അല്ല ശ്രീജിത്ത് എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാദം അങ്ങ് പൊളിയുകയാണ്. വാസുദേവൻ്റെ വീട്ടിൽ പോയി സംഘർഷത്തിൽ ഏർപ്പെട്ടുവെന്നും ആ സംഘർഷത്തിലുള്ള മുറിവാണ് ശ്രീജിത്തിൻ്റെ മരണകാരണമായത് എന്നുള്ള ആ വാദം പൂർണ്ണമായും പൊളിയുകയാണ്. അപ്പോൾ തെറ്റായ ആളാണ് ശ്രീജിത്ത്. തെറ്റായ ആളെ പിടികൂടി പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. അദ്ദേഹത്തിന് വൈദ്യ ചികിത്സ നൽകിയില്ല. അങ്ങനെ ദുർമരണം സംഭവിച്ചു. ഇവിടെ എന്താ ഇനി തെളിയിക്കപ്പെടാനുള്ളത്? ഈ തെളിയിക്കപ്പെടാനില്ലാത്ത വിഷയത്തിൽ പോലീസ് തന്നെ പോലീസിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല എന്ന് ആ കുടുംബം പറയുമ്പോൾ എന്തിനാണ് സംസ്ഥാന സർക്കാരിന് വാശി?
ഇതൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ അന്വേഷണം അവസാനിപ്പിക്കണമെന്നാണോ നികേഷ് പറയുന്നത്? അവർ പറയുന്നു CBI അന്വേഷണത്തിന് വിടാൻ. ആവർത്തിച്ചുള്ള ചോദ്യം, അതിനുള്ള മറുപടി അവർ പറയുന്നു CBI അന്വേഷണത്തിന് വിടാൻ. എന്തിനാണ് ഈ പറയുന്ന? പറയട്ടെ, ഞാനത് പറയട്ടെ. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് വന്നാൽ ഓരോ കേസും CBIക്ക് കൊടുക്കുക എന്നൊരു നിലപാടല്ല ഒരു സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന് ആ പറയുന്ന പ്രശ്നത്തിൽ ഉള്ള നിലപാടും നയവും വ്യക്തമാക്കാനുള്ള അവസരമായി അതിനെ വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഞങ്ങളത് വളരെ ആത്മാർത്ഥമായി നിർവഹിക്കുന്നു. ഞങ്ങൾ ഇരയോടൊപ്പമാണ്. ഇരയോടൊപ്പം നിന്ന് കുറ്റവാളികൾ പോലീസുകാരാണെങ്കിൽ ആ പോലീസുകാർക്ക് നടപടി സ്വീകരിക്കുകയാണ്. പിന്നെ ഇനി എന്ത് തെളിയിക്കാനെന്നാണ് അങ്ങയുടെ ഇതെന്താണ് തെളിയേണ്ടതെന്നാണ് അങ്ങയുടെ ചോദ്യം. അത് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ഇപ്പോൾ നിങ്ങൾ നോക്കൂ. ആദ്യം പോലീസുകാർ നിരവധി പേരെ ചോദ്യം ചെയ്തു, സാക്ഷിമൊഴികൾ സ്വീകരിച്ചു, എല്ലാം സ്വീകരിച്ചു. ശാസ്ത്രീയമായ തെളിവുകൾ, ഡോക്ടർമാർ എല്ലാ പരിശോധനകളും നടത്തി വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ആദ്യം ഈ സ്ക്വാഡിലെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം അവിടുത്തെ SI അറസ്റ്റ് ചെയ്തു. ഇനി തുടർ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനാണ് ധൃതി. ഇവിടെ ധൃതിയാർക്കുമില്ല. ഇക്കാര്യത്തില് സ്വാഭാവികമായ കാലതാമസം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ശ്രീ A. റഹീം, താങ്കളുടെ കാഴ്ചപ്പാടില്, മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടില്, ഒരുപക്ഷെ ഇത്തരം കേസുകൾ കണ്ട നമ്മളുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ, പക്ഷെ ആ കുടുംബം വിശ്വസിക്കുന്നത് ഇങ്ങനെ പോയാൽ SP-യുടെയും CI-യുടെയും പങ്കാളിത്തം കണ്ടുപിടിക്കാനാകില്ല എന്നാണ്. അതിന് അവരെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം കൂടി ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ട്. SP-യെ ശിക്ഷാ നടപടി എന്നുള്ള നിലയിൽ പോലീസ് അക്കാദമിയിലേക്ക് സ്ഥലം മാറ്റുന്നു. സ്ഥലം മാറ്റുമ്പോൾ ഇവിടെയുള്ള 150ഓളം പോലീസ് ഓഫീസർമാർ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ യോഗം ചേർന്ന് ആ SP-യെ വാനോളം പുകഴ്ത്തിയാണ് യാത്രയയപ്പ് നൽകുന്നത്. ശിക്ഷാ നടപടി ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു SP-യാണ്. ആഘോഷപൂർവ്വമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ശിക്ഷാ നടപടി പോലും പോലീസിൽ അത് ചോദ്യം ചെയ്യുക മാത്രമല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് അഖില കൊണ്ടുപോയി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് CBI അന്വേഷണത്തിന്. ഇനി CBI അന്വേഷണം വേണ്ട എന്ന് സർക്കാർ അവിടെ ഹൈക്കോടതിയിൽ എതിർവാദം ഉന്നയിക്കുമ്പോൾ ഹൈക്കോടതി പോലും സംശയിച്ചു പോകില്ലേ ഈ സർക്കാരിന് എന്തിനാണ് ഇത്രയധികം ഇക്കാര്യത്തിൽ വാശിയെന്ന്? അല്ല ശ്രീ നികേഷ്, ഹൈക്കോടതിയിൽ ഇപ്പോൾ വിക്ടിം പോയി, സർക്കാരിന്റെ നിലപാടോട് വിശദീകരിക്കും. നിലപാട് മാത്രമല്ല, ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഈ കേസിന്റെ കേസ് ഡയറിയാണ്. ഈ കേസിൽ സർക്കാർ അന്വേഷണം നടത്തുന്നു, പോലീസ് അന്വേഷണം നടത്തുന്നു. ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണത്തിന്റെ ഈച്ച് ആൻഡ് എവരി വൺ ഫാക്ടർ കേസ് ഡയറിയിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുകയാണ്. അതിന്റെ ഓൺ മെരിറ്റിലാണ് ഹൈക്കോടതി ഡിസ്കസ് ചെയ്യുന്നത്, തീരുമാനമെടുക്കുന്നത്. അങ്ങനെ തീരുമാനം വരട്ടെ. അതിൽ ഹൈക്കോടതിയിൽ നിലപാട് മാത്രമല്ല, സർക്കാരിന്റെ നിലപാടൊന്ന്, അതോടൊപ്പം തന്നെ അന്വേഷണത്തിന്റെ പുരോഗതിയും എനിക്കോ നികേഷിനോ കാണാൻ കഴിയാത്ത കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സീൽഡ് കവറിൽ ലഭിക്കും. ഹൈക്കോടതി അത് വിശദമായി പരിശോധിക്കും. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നല്ല ബോധ്യമുള്ള ആളായിരിക്കുമല്ലോ ശ്രീ മുഹമ്മദ് ഷിയാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇവിടുത്തെ നിരാഹാരമിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാരിന് ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലും ഇല്ലാതെയാണ് കാര്യങ്ങൾ ഈ കഴിഞ്ഞ 16 ദിവസം പോയിട്ട്. ശരിയാണ്, പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഏറ്റവും ഖേദകരമായിട്ടുള്ള സംഭവമാണത്. സംഭവിച്ചു പോയി. ചില പോലീസുകാർ അങ്ങനെയാണ്, അവർക്ക് പഴയ സ്വഭാവം മറക്കാനാകില്ല. അതിൽ തിരുത്തൽ നടപടികൾ വരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിനകം തന്നെ 3 RTF-കാരെ അറസ്റ്റ് ചെയ്തു, SI-യെ അറസ്റ്റ് ചെയ്തു. ഇവർക്കൊന്നും പുറത്തേക്ക് വരാൻ കഴിയാത്ത വിധത്തിൽ റിമാൻഡിലേക്ക് അയക്കുന്ന രീതിയിലാണ് പ്രോസിക്യൂഷൻ്റെ ഇക്കാര്യത്തിലുള്ള ഇടപെടലുകൾ. ഇനി CI-യുടെ കാര്യത്തിലും SP-യുടെ കാര്യത്തിലും എന്തെങ്കിലും അവർക്ക് പങ്കാളിത്തമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ശ്രീജിത്തിനോടൊപ്പം അറസ്റ്റ് ചെയ്തവരെ ഈ മൂവ്മെൻറ്റിൽ അവിടെ വരാപ്പുഴയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയാണ് ഒരു ഭരണകൂടത്തിൻ്റെ വീഴ്ച ഷിയാസ്? ഇന്ന് തന്നെ മുഖ്യമന്ത്രി ഗുരുതരമായിട്ടുള്ള ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. മനുഷ്യാവകാശ കമ്മീഷനെതിരെ രൂക്ഷമായി അദ്ദേഹം വിമർശനം നടത്തുകയാണ് ചെയ്തത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത് മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്താ തെറ്റ്? മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ ഏത് ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത് എന്ന് പറയാൻ ഉത്തരവാദപ്പെട്ടയാളാണോ? മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് ഈ നാട്ടിൽ ഗുരുതരമായി ഇതുപോലെ ഒരാളെ ക്രൂരമായി ആക്രമിച്ച്
പോലീസ് സെല്ലിനകത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അതേ പോലീസുകാർ തന്നെ അന്വേഷിച്ചാൽ എങ്ങനെയാണ് ഈ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് ചോദിച്ചത് ഒരു ന്യായമായ ചോദ്യമാണെന്നാണ് എനിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. നോക്കൂ, ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ കൃത്യമായ ഇടപെടൽ മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് വാദിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഭരണകൂടം നിർവഹിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ഘട്ടത്തിൽ ഈ ഭരണകൂടത്തിൻ്റെ നിർവഹണത്തിൽ ഇടപെടാൻ ഒരു ഏജൻസി എന്നുള്ള നിലയിൽ മനുഷ്യാവകാശ കമ്മീഷൻ തയ്യാറാകുമ്പോൾ അതിന് മനുഷ്യാവകാശ കമ്മീഷന് ഈ പറയുന്ന വാചകങ്ങളല്ലാതെ എന്ത് തെളിവാണ് എടുത്തു കാണിക്കാനുള്ളത്? ഇന്ന കാരണത്താൽ എന്ന് പറയാൻ എന്താണുള്ളത്? ശരിയാണ്, ശ്രീജിത്തിന്റെ കുടുംബത്തിന് ഒരുപക്ഷെ പറയാം CIA പിടിച്ചില്ലല്ലോ, SP പിടിച്ചില്ലല്ലോ, അത് അവരുടെ വികാരമാണ്, നമ്മൾ ആ വികാരത്തിനോടൊപ്പം നിൽക്കും. പക്ഷെ മനുഷ്യാവകാശ കമ്മീഷൻ അതെങ്ങനെയാണ് പറയാൻ കഴിയുക? CIAയും SPയെയും പോയി പിടിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷന് പറയാൻ കഴിയുമോ? മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത, മുഖ്യമന്ത്രി കൊടുത്ത ഈ താക്കീത് അന്വേഷണ സംഘത്തിനുള്ള താക്കീതാണ്. DIGയുടെ നേതൃത്വത്തിലുള്ള ഈ അന്വേഷണ സംഘത്തിനുള്ള താക്കീതായി മുഖ്യമന്ത്രിയുടെ വാക്കുകളെ നമ്മൾക്ക് കാണാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറ്റവാളിയല്ലാത്ത, മുൻകേസുകളിൽ പെടാത്ത ശ്രീജിത്തിനെ ആര് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തത്? ആരുടെ മൊഴി പ്രകാരം അറസ്റ്റ് ചെയ്തു? ആരാണ് മുകളിൽ നിന്ന് ഈ പറയുന്ന പോലീസുകാർക്ക് RTFന് നിർദ്ദേശം കൊടുത്തതാരാണ്? അവരെ അന്വേഷണ സംഘത്തിൽ കൊണ്ടുവരണ്ടേ? ഇവിടെ SP തന്നെ പറയുന്നു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി. ഇവിടെ ഗവൺമെൻറ് തന്നെ പറയുന്നു നിരപരാധിയായ ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഈ സർക്കാരിൻ്റെ പോലീസാണ് എന്ന് പറയുമ്പോൾ ഇവിടെ നീതി കിട്ടേണ്ടത് ആർക്കാ? ശ്രീജിത്തിൻ്റെ കുടുംബത്തിനല്ലേ? ശ്രീജിത്തിൻ്റെ കുടുംബം ഈ ഏജൻസിയെ മാറ്റി നിർത്തി മറ്റൊരു ഏജൻസി CBI എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് പറയുന്നത് എന്ത് തെറ്റാ അതിനകത്തുള്ളത്? വളരെ നിസ്സാരമായ അവരുടെ ഒരു സംശയമാണ്. ഈ ഗവൺമെന്റ് ഇതുപോലെ നിരുത്തരവാദപരമായി SP തന്നെ പറയുന്നു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായി. അവിടെ അംഗം റഹീം പോലും തയ്യാറാകുന്നില്ല. ഇവിടെ റഹീം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ രാഷ്ട്രീയ നിലപാട് വെച്ച് അഭിപ്രായം പറയരുത്, തീരുമാനമെടുക്കുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ പദവിയിൽ ഇരുന്നാണ് തീരുമാനം പറയുന്നത് എന്ന് ചിന്തിക്കണം. അതിൽ മുൻ രാഷ്ട്രീയ നിലപാട് വരരുത് എന്ന്. എന്താ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ മുൻ രാഷ്ട്രീയ നിലപാട് വെച്ചിട്ടാണ് പറയുന്നത് എന്ന് കരുതാൻ അദ്ദേഹത്തിന്റെ എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലയിൽ പ്രവർത്തിക്കണം. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഏജൻസിയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം. ആ സ്റ്റാറ്റ്യൂട്ടിൽ നിയമത്തിൽ പറയുന്നത് പ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. 1993 നിയമപ്രകാരമാണല്ലോ ഇത് വരുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. നിങ്ങൾ നോക്കൂ, അതിനകത്ത് സെക്ഷൻ 18A ആണ് ഇത് സംബന്ധിച്ചുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത്. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു, സർക്കാരിനെ താക്കീത് ചെയ്തു എന്നാണ്. അങ്ങനെ താക്കീത് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമില്ല. അദ്ദേഹത്തിന് താക്കീത് അവിടുത്തെ പ്യൂണിനെ, അവിടുത്തെ ക്ലർക്കിനെ, അവിടെ വഴിയെ പോകുന്നവരെയൊക്കെ ചെയ്യാം. സർക്കാരിനെ താക്കീത് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല. നിങ്ങൾ നോക്കൂ, സെക്ഷൻ 18A എടുത്ത് നോക്കൂ. 1993 ആക്ട് പ്രകാരമാണല്ലോ ഇദ്ദേഹത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാനായി ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. കാറുള്ളത്, വണ്ടിയുള്ളത് ഒക്കെ ഉള്ളത്. ആ ഓഫീസ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് അതുകൊണ്ടല്ലേ. ആ ആക്ടിൽ പറയുന്ന കാര്യം അദ്ദേഹം പാലിക്കണം. ഈ ആക്ടിൽ എവിടെയാണുള്ളത്? റെക്കമെൻഡ് എന്നല്ലാതെ. ഇദ്ദേഹം താക്കീത് എന്ന വാക്കാണല്ലോ കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ തന്നെ ഉപയോഗിച്ചത്. അങ്ങനെ താക്കീത് ചെയ്യേണ്ട, റെക്കമെൻഡ് എന്ന വാക്കല്ലാതെ ഒരിടവുമില്ല. ഇനി റെക്കമെൻഡ് ചെയ്യേണ്ടത് എപ്പോഴാ? ഒരു സംഭവത്തും വരുന്നു, ആ സംഭവത്തിന്റെ സുവമോട്ടോ അല്ലെങ്കിൽ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചു മനുഷ്യാവകാശ ധ്വംസനമായി എന്ന് ഉറപ്പായാൽ രണ്ട് തരത്തിലുള്ള റെക്കമെൻഡേഷൻ നടത്താം. ഒന്ന്, ഈ ഇരയ്ക്കുള്ള നീതി, അവർക്ക് ആവശ്യമായ ഡാമേജ് അത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് നിർദ്ദേശം കൊടുക്കാം. രണ്ടാമതൊരു കാര്യം, അതേസമയം തന്നെ ഇനി ഇത്തരത്തിലുള്ള കാര്യം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി സർക്കാർ റെക്കമെൻഡ് ചെയ്യാം. ഇതാണ് 18A പറയുന്നത്. പിന്നെ എവിടെയാണ് കടലാസിൽ അടിച്ചടിച്ചു വരുന്ന കാര്യങ്ങള് പോലെ പ്രവർത്തിക്കാനുള്ള മേഖലയോ അല്ലെങ്കിൽ ആ കാലഘട്ടമോ അല്ല. ഇവിടെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം രഞ്ജിത്തിന്റെ വിഷയത്തിൽ
മുതൽ ശ്രീജിത്തിൻ്റെ വിഷയത്തിൽ തുടക്കം മുതൽ ഇടപെട്ടിട്ടുള്ളയാളാണ്. ശ്രീജിത്ത് മരിക്കുന്നതിന് മുമ്പ് ശ്രീജിത്തുമായി സംസാരിക്കാനും എന്താണ് സംഭവിച്ചത് എന്ന് വിലയിരുത്താനും ഈ മനുഷ്യാവകാശ കമ്മീഷന് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ കുടുംബാംഗങ്ങളുമായും സംസാരിച്ചിട്ടുണ്ട്. അന്വേഷണം വിലയിരുത്തുക എന്നുള്ളത് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ട ഗൗരവതരമായ ആ കാര്യത്തിലേക്കുള്ള മറ്റൊരു കാര്യമാണ്. പോലീസ് തന്നെ അന്വേഷിച്ചാൽ ഈ പോലീസുകാർ പിടിക്കപ്പെടില്ല എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കാൻ ഈ ആക്ടിൻ്റെയും ചട്ടത്തിൻ്റെയും ഒന്നും തടസ്സങ്ങൾ അദ്ദേഹത്തിന് തോന്നിയിരിക്കില്ല. കാരണം അതാണ് സാഹചര്യം. അത്ര ഗുരുതരമാണ് വിഷയം. ഭംഗ്യന്തരേണ സൂചിപ്പിച്ചാൽ ഭംഗ്യന്തരേണ മറുപടിയും കിട്ടും. ഇത് എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നില്ലേ? അദ്ദേഹം ഭംഗ്യന്തരേണ സൂചിപ്പിച്ചു എന്നാണ് നികേഷ് ഉപയോഗിച്ച വാക്ക്. ഭംഗ്യന്തരേണ മറുപടിയും കിട്ടും. അത് ഇങ്ങോട്ട് പറയുന്നത് പോലെ അങ്ങോട്ടും കിട്ടും. ശരി, അദ്ദേഹം ഭംഗ്യന്തരേണ സൂചിപ്പിച്ചാൽ മുഖ്യമന്ത്രി ഉരുളക്കുപ്പേരി എന്നുള്ള നിലയിൽ ഭംഗ്യന്തരേണ മറുപടി പറഞ്ഞു. ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു സംസ്ഥാന പോലീസ്. ഈ സംസ്ഥാന പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്നാൽ ആ ഒരു ഉരുളക്കുപ്പേരി എന്നുള്ള മറുപടി, ഒരു കർട്ടസി കോൾ എന്തുകൊണ്ട് ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പോയില്ല? എല്ലാത്തിനും ഉരുളക്കുപ്പേരി എന്നുള്ള നിലയിൽ മറുപടി പറയുന്നയാളല്ലേ? ഭംഗ്യന്തരേണ മറുപടി പറയുന്നയാളല്ലേ? ഒരു ആക്ഷൻ നടന്നു, അതിനുള്ള റിയാക്ഷനായ ഒരു സാന്ത്വന വാക്ക് പോട്ടെ. ആ കുടുംബത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? 1 രൂപ കൊണ്ട് കൊടുത്തോ? അല്ല, വെയിറ്റ് ചെയ്യൂ, അതിന്റെ കാര്യമെല്ലാം തീരുമാനിക്കും. ഇപ്പൊ നിങ്ങൾ ചോദിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന് നഷ്ടപരിഹാരം കൊടുത്തോ, രണ്ടാമതൊന്ന് ഈ പറയുന്ന പോലെ സന്ദർശിച്ചോ. ഈ 2 കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ. ഞാനത് ആദ്യമേ സമ്മതിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. ഇത് രണ്ടും ഫാക്റ്റാണ്, രണ്ടും ഉണ്ടായിട്ടില്ല. ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളും ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതും അതും തമ്മിൽ എന്ത് ബന്ധം? അദ്ദേഹം രാഷ്ട്രീയ പ്രേരിതമായി അദ്ദേഹം ചില കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. അത് മാധ്യമങ്ങളുടെ മുമ്പിൽ എന്ത് അവകാശമാണുള്ളത് അദ്ദേഹത്തിന്? അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹമാണ് ആ ഇരുന്ന സ്ഥാനത്തിന്റെ പവിത്രത കളഞ്ഞത്. ലോകമാകെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും ഇന്ത്യ കരാറിൽ ഏർപ്പെടുകയും ചെയ്ത സന്ദർഭത്തിലാണ് നമുക്ക് എല്ലായിടത്തും മനുഷ്യാവകാശ ശ്രീമതി അഖില, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും, ജില്ലാ കലക്ടർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ള മന്ത്രിമാരും MLA മാരും അടക്കമുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളെ വന്ന് സാന്ത്വനിപ്പിച്ചിട്ടുണ്ടോ ഇതുവരെ? അഖിലയോടാണ് ചോദിച്ചത്. ഇല്ല, ഇതുവരെ ഞങ്ങളെ സാന്ത്വനിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഇപ്പോൾ കൂടുതൽ എനിക്ക് നഷ്ടപ്പെടാനുള്ള ഏതായാലും ശ്രീജിത്ത് നഷ്ടമായി. അതിലുള്ള വിഷമത്തിലാണ് പിന്നെ കൂടുതൽ, അല്ലാണ്ട് വേറൊന്നും നമ്മൾ ഇതാക്കില്ല. ഹലോ പറഞ്ഞോളൂ. ഹലോ, ഒരു MLA മാരോ മന്ത്രിമാരോ ആരും വന്നില്ല. പക്ഷെ അതിൽ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും വേറെ മറ്റു പല മന്ത്രിമാരും എല്ലാവരും വന്ന്, അതുപോലെ ആരും വന്നില്ല. അതുകൊണ്ട് അതിൻ്റേതായൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. കാരണം എനിക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ട് ശ്രീജിത്ത്. പിന്നെ ഇതിൻ്റെ ഫലമായി കൂടുതലൊന്നും പ്രതീക്ഷിക്കില്ല. എന്നാലും അവർക്കൊന്ന് വന്ന് ഞങ്ങളോട് 2 ആശ്വാസവാക്ക് പറയാമായിരുന്നു എന്നൊരിതുണ്ട്. ഒരുപാട് വിഷമമുണ്ട്, അല്ലാണ്ട് വേറൊന്നും നമ്മളൊന്നും പറയണില്ല. മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കുന്നുണ്ടോ? പോലീസിന്റെ ചുമതലക്കാരനായ മന്ത്രിയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയെ നിങ്ങൾ വീട്ടിലെത്തി അദ്ദേഹം നിങ്ങളെ സാന്ത്വനിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷ ഉണ്ട്. ഇപ്പം എല്ലാവരും വന്നു. നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സാറ് മാത്രം വന്നില്ല. അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വന്ന് 2 വാക്ക് ഞങ്ങളൊന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്.
ഷിറഹീം, തിരുവനന്തപുരത്തൊരു വിദേശ വനിത മരിച്ചിരുന്നു, ലേഖ. അവരാണോ അല്ലയോ എന്നെ സംബന്ധിച്ചൊരു ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും അവർക്ക് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോഴും ശ്രീജിത്തിൻ്റെ കുടുംബത്തെ സർക്കാർ അവഗണിക്കുന്നത് കുറ്റബോധം കൊണ്ടാണ്. അങ്ങനെയൊന്നും പറയരുതേ. ഈ വിദേശ വനിതയുടെ പ്രശ്നത്തിൽ അവരുടെ യാത്രാക്കൂലിയുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ യാത്രാ ചെലവും അനുബന്ധ ചെലവും അങ്ങനെയാണ് അത് പെട്ടെന്ന് ആ ഒരു സന്ദർഭമുണ്ടായത്. ഇതങ്ങനെയല്ല. ഇത് സംബന്ധിച്ച് നിങ്ങൾ കരുതണ്ട. ഏതെങ്കിലും കസ്റ്റഡിയിലൊരു ഡെത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ആ റെസ്പോൺസിബിലിറ്റി പ്രകാരം ധനസഹായം കൊടുക്കുന്നത് ഒരു അത്ഭുതകരമായ കാര്യമല്ല, ചെയ്യും. അതിലൊക്കെ ഇപ്പോഴെന്തിനാണ് ഈ ചർച്ച? അതിലൊന്നും ഒരു അർത്ഥവുമില്ല. ഇപ്പോൾ അതൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്യേണ്ട സമയത്ത് സ്വാഭാവികമായും ജില്ലാ കളക്ടറുടെയും പോലീസിൻ്റെയും ഒക്കെ തന്നെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെ അത് കൃത്യമായ നിലപാട് സ്വീകരിക്കും. അതിലൊന്നും യാതൊരു തരത്തിലുള്ള പക്ഷപാതപരമായ നിലപാടോ മാറ്റി നിർത്തുന്ന സമീപനമോ ഒന്നും ഉണ്ടാവില്ല. മനുഷ്യത്വപരമായി തന്നെ നിങ്ങളും സർക്കാർ ഇപ്പോൾ പ്രഥമ പരിഗണന കൊടുക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ്. ഇതൊരു മെസ്സേജ് ആകണം. ഇനിയൊരു കസ്റ്റഡിയൽ ഡെത്ത് പോയിട്ട് കസ്റ്റഡി ടോർച്ചർ പോലും ഉണ്ടാകാൻ പാടില്ല. ഇത് ഈ സർക്കാരിൻ്റെ ഇടതുപെട്ട ജനാധിപത്യ മുന്നണി സർക്കാർ UDFിൻ്റെ കാലത്ത് എത്ര പേർ ഇവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല. നേരത്തെ UDFിൻ്റെ പ്രതിനിധി ഇവിടെ പറയുകയുണ്ടായി കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടല്ല. ഉമ്മൻചാണ്ടി കഴിഞ്ഞ അധികാരത്തിൽ കയറിയപ്പോൾ SNDPയുടെ രാജാക്കാട്ടെ ഒരു SNDPയുടെ ശാഖാ പ്രസിഡന്റിന് മനുഷ്യ വിസർജ്യം തീറ്റിച്ചുകൊണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് മറുപടി കിട്ടിയില്ലേ? ഒരു ഭരണം മാറിയില്ലേ ശ്രീ റഹീം? ഇനി എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനൊക്കെയുള്ള തിരിച്ചടി രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ പിണറായി വിജയൻ അധികാരത്തിലൂടെ നടത്തിയോട് അതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി അതിനെക്കുറിച്ച് ചർച്ച. അജിത്ത് ഇപ്പോൾ വരാപ്പുഴയിൽ നിന്നാണ് വരുന്നത്. അവിടെ ശ്രീജിത്തിനെ ഒപ്പം പിടിച്ച ആളുകളെല്ലാം ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തുവിട്ടു. അവരെല്ലാം അവിടെ വന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അവരെ ചോദ്യം ചെയ്തു വരികയാണ്. അവരിൽ നിന്ന് പ്രധാനമായും ക്രൈംബ്രാഞ്ച് എടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തമാണ്. പ്രത്യേകിച്ച് CI 6-ാം തീയതി രാത്രി അവിടെ എത്തിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയും CIയുടെ പങ്കാളിത്തവും SP-യുടെ പങ്കാളിത്തവും ഒക്കെ ഇവർ പറയുന്നുണ്ടോ? ജാമ്യത്തിലിറങ്ങിയ ആളുകൾ പറഞ്ഞത്, ഞാൻ അവരായിട്ട് കുറച്ച് പേരായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അന്ന് 7-ാം തീയതി CI അന്ന് 6-ാം തീയതി എത്തിയിരുന്ന രാത്രി തന്നെ CI എത്തി അവിടെ ഉണ്ടായിരുന്നു. രാത്രി 6-ാം തീയതി രാത്രി എത്തിയിരുന്നു. രാത്രി ഉണ്ടായിരുന്നു. അതുകൂടാതെ ദീപക് SI അതിനുശേഷമാണ് എത്തിയത്. അത് തിരുവനന്തപുരം വണ്ടിക്കാണ് എത്തിയെന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ CI അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ 7-ാം തീയതി രാത്രി 7-ാം തീയതി രാത്രി ഇവരെ ശ്രീജിത്തിനെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വണ്ടിയിൽ ആ ഭാഗത്ത് ഇട്ട് ഇടിച്ചായിട്ട് ആ ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞ്. അതപ്പോൾ ഇവർ കണ്ടിരുന്നു ശ്രീജിത്തിനെ മെഡിക്കൽ ചെക്കപ്പിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അതിനുശേഷമാണ് ഇയാൾക്ക് ഇത്രയും പരിക്കുണ്ടായത്. മൂക്കിന് ഇടി കിട്ടിയതും മറ്റുള്ള പരിക്കുകളൊക്കെ ഉണ്ടായെന്ന് പറയണം. ഇതൊരു പ്രാദേശികമായിട്ടുള്ള സംഘർഷമാണ്. ഒരു വാസുദേവൻ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക സംഘർഷത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ പ്രതികളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ആദ്യം. അപ്പോൾ വാശിയായി ഒരാൾ ഗണേശ് എന്ന് പറയുന്ന വാസുദേവൻ്റെ സഹോദരൻ കൊണ്ടുപോയി ശ്രീജിത്തിൻ്റെ വീട്ടിൽ ശ്രീജിത്തിനെ കാണിച്ചു കൊടുക്കുന്നു. ശ്രീജിത്ത് ആയിരുന്നില്ല പ്രതി എന്ന് പോലീസിന് അപ്പോൾ ബോധ്യമാകുന്നില്ല. ഉടനെ SIയും CIയും എല്ലാം ആ പോലീസ് സ്റ്റേഷനിലേക്ക് കുതിച്ചെത്തുകയാണ്. നെടുമങ്ങാട് നിന്ന് SI ബൈക്ക് ഓടിച്ച് വരാപ്പുഴ എത്തുന്നു. 216 കിലോമീറ്ററോ മറ്റോ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് അങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാർ ഇത്രയും കർശനമായി ഇടപെട്ട് എല്ലാവരെയും തല്ലിച്ചതച്ച് അങ്ങനെയൊക്കെ ആവാൻ എന്താ കാരണം? വരാപ്പുഴയിലെ വാസുദേവൻ ചേട്ടൻ മരിച്ച ദിവസം ഞാൻ അവിടെ ചെന്നിരുന്നു. ആ സമയത്ത് തന്നെ ഒരു 2:30-3 മണി സമയത്ത് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ അവിടെ പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ നേതാക്കന്മാർ വന്നിട്ട് ചാനൽ കൈരളി അതുപോലെയുള്ള കുറച്ച് ചാനലുകൾ ദേശാമിനി അവരുടേതായ ആളുകളെ വിളിച്ചിട്ട് ഒരു വലിയൊരു സംഭവമാക്കി മാറ്റിയായിരുന്നു ഈ രീതിയിൽ. അങ്ങനെ ഒരു രാഷ്ട്രീയ ചായ്വോടുകൂടി അവർ റിപ്പോർട്ട് ചെയ്തത്. ഈ പ്രശ്നം തന്നെ നടന്നത് അവരുടെ സുഹൃത്തുക്കൾ തമ്മിൽ ഉള്ളൊരു സംഘർഷമായിരുന്നു. അതുമാത്രമല്ല ഒരു സുഹൃത്തിനെ തല്ലിയപ്പോൾ ഇത്രയും ഈ CIയും SIയും ഇത്ര വളരെ നാടകീയമായി 200-300 കിലോമീറ്ററിന് ബൈക്കോടിച്ച് വന്ന്
പെട്ടെന്ന് ചവിട്ടിക്കൂട്ടേണ്ട കാര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു രാഷ്ട്രീയ സംഘർഷമായിരുന്നില്ല. അപ്പോൾ അത് എന്തായാലും അവിടെ രാഷ്ട്രീയ സംഘർഷമല്ലാത്തതുകൊണ്ട് ഈ വിഭാഗം ആളുകൾ, അതായത് ആ വിഭാഗം ആളുകൾ അവരുടേതാക്കി മാറ്റാനായിട്ട് ഏതെങ്കിലും ഈ വാസുദേവൻ്റെ വീട്ടുകാർ ചിലപ്പോൾ ആ രീതിയിൽ അവരുടെ ഭാഗത്തേക്ക് ആക്കി മാറ്റാം, ഒരു പ്രഷർ ചെലുത്തിയിട്ട്. അവരെല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്. നമ്മളാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ സഹായിക്കുന്നത്, കേസായിട്ട് ഈ പ്രതികളെ പിടിക്കാൻ നമ്മളാണ് സഹായിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തു കൂട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ അവരുടെ ജില്ലാ നേതാക്കന്മാരൊക്കെ അന്ന് തന്നെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രഷർ ഈ പോലീസിൽ എന്തായാലും ചെന്നിട്ടുണ്ട്. അപ്പോൾ CI അവിടെ എത്തിയത് ഞാൻ കണ്ടിരുന്നു. അന്ന് തന്നെ CIമാരുണ്ടായിരുന്നു, 3 SIമാരുണ്ടായിരുന്നു. DYSP ആണോന്നറിയില്ല, ഒരു സാർ അവിടെ അതുപോലുള്ള ഒരു സാറുണ്ടായിരുന്നു. ശരി 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 അജിത്ത് പറയുന്നത് പ്രകാരം അതിനു മുമ്പ് അഖില, ഇന്നിപ്പോൾ ഈ 3 RTFകാരെ, അതായത് റൂറൽ ടൈഗർ ഫോഴ്സുകാരെ അഖിലയാണ് പോയി കാണുകയും അവരെ തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ളത്. ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അർദ്ധരാത്രിയാണ് അവർ വീട്ടിലേക്ക് വന്നത്, ശ്രീജിത്തിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയത്, അവിടെ വെച്ച് മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു അഖിലേക്ക്? എനിക്ക് ഒരുവിധം പെട്ടെന്ന് തന്നെ ഞാൻ അവരെ തിരിച്ചറിഞ്ഞ് അതിനുള്ള മറുപടി ഞാൻ അപ്പം തന്നെ കൊടുത്തായിരുന്നു. 3 പേരും പല സ്ഥലങ്ങളിലായി നിൽക്കുന്ന ടോട്ടൽ 17 പേരുണ്ടായിരുന്നു. പിന്നെ അന്ന് കണ്ട വേഷമായിരുന്നില്ല ഇന്ന് കണ്ടത്, ഒരേപോലെയുള്ള ഏകദേശം ഒരേപോലെ തോന്നിക്കുന്ന വേഷമായിരുന്നു. അത് കൂടാതെ തന്നെ അന്ന് താടി അങ്ങനെ അവരുടെ ഫേസിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നത് അങ്ങനെയൊന്നും ആയിരുന്നില്ല, വേറെ രീതിയിലാണ്. എന്നാൽ പോലും ഞാൻ എൻ്റെ ഭാഗത്തുനിന്നെല്ലാം കറക്റ്റായിട്ട് തന്നെ ഞാൻ മജിസ്ട്രേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് 3 പേരെ കുറിച്ച്. റഹീം, ഇപ്പോൾ അജിത്ത് സംസാരിക്കുന്ന സമയത്ത് കേട്ടല്ലോ, ഈ പെട്ടെന്ന് CIയും SIയും ഒക്കെ ഇടപെടാനുള്ള ഒരു കാരണമായി പറയുന്നത് ശ്രീജിത്ത് ശാഖയിൽ പോയി തുടങ്ങിയിട്ടുള്ള ഒരു RSS ആക്ടിവിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു കേസ് വരുമ്പോൾ, വാസുദേവനെ കൊന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസ് വരുമ്പോൾ, ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒന്നുകിൽ മന്ദീഭവിപ്പിക്കുക അല്ലെങ്കിൽ ഇവരെ വരുതിയിൽ കൊണ്ടുവരിക എന്ന രാഷ്ട്രീയ ഉദ്ദേശം ഈ കേസിലൂടെ നടപ്പാക്കാൻ CPMൻ്റെ ലോക്കൽ ലീഡർഷിപ്പ് ശ്രമിച്ചിരുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു രമേശ് ചെന്നിത്തലയും ഇതിൽ ചില വാദങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. ഇന്ന് ജില്ലാ സെക്രട്ടറി P രാജീവ് മറുപടി പറഞ്ഞത്. അല്ല നികേഷ്, ഇവിടെ ഇതെല്ലാം ആപേക്ഷികമായ ചോദ്യങ്ങളാണ്. ഇതിലൊന്നും എന്തെങ്കിലും ആവശ്യമുള്ള ചോദ്യങ്ങളാണെന്ന് തോന്നുന്നില്ല. ഞാൻ ചോദ്യങ്ങളോട് പ്രതികരിക്കാം. ഇവിടെ SI ബൈക്ക് ഓടിച്ചു പോയതിനെ കുറിച്ചാണ്. ഒരു SIയെ സംബന്ധിച്ചിടത്തോളം അയാൾ പെർമിഷൻ എടുത്ത് പോയതായിരിക്കും അയാളുടെ നാട്ടിലേക്ക്. പെർമിഷൻ എടുത്ത് പോയാൽ അവിടെ ഒരു സംഘർഷമോ അവിടെ ഒരു പ്രശ്നമോ ആയാൽ ആ പെർമിഷൻ ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് മടങ്ങി വരിക, പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി വന്നതായിരിക്കാം. അതിലൊക്കെ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ എല്ലാ സ്ഥലത്തും SIമാരോ CIമാരോ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് പെർമിഷൻ എടുത്ത് അയാളുടെ വീട്ടിലേക്ക് വ്യക്തിപരമായ ആവശ്യത്തിന് പോയാൽ പെർമിഷൻ എടുത്ത് പോകാറുണ്ട്. പെട്ടെന്ന് ആവശ്യം വന്നാൽ അപ്പോൾ തന്നെ മടങ്ങി വരാറുണ്ട്. അതെല്ലാം വേഗതയിൽ എത്തിച്ചേരുക എന്ന ഉത്തരവാദിത്തമായിരിക്കും പുള്ളി നിർവഹിച്ചത്. ഇവിടെ പിന്നെ ഞങ്ങൾക്ക് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊന്നുമില്ല. ഇതിനൊരു അതർ സൈഡ് ഉണ്ട്. ഞാൻ ആ അതർ സൈഡിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതർ സൈഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ കൊല്ലപ്പെട്ടു, അതും ഒരു കൊലപാതകമാണെന്ന് മറന്നു പോകരുത്. അത് സമൂഹത്തിൽ പോലീസിന് മേലുണ്ടാക്കിയ ഒരു വലിയ സമ്മർദ്ദമുണ്ട്. അതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. ഒരു സമൂഹത്തിൽ ഒരു വിഭാഗം കുറെ പേരെ കൊണ്ട് ജീവിക്കാനാകുന്നില്ല. അതിൽ കൊല്ലപ്പെട്ട സ്ത്രീത്വമൊന്നുമില്ലായിരുന്നു എന്നാണ് വളരെ വ്യക്തമായി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അല്ലാതെയുള്ളവരാണ്. ഇപ്പോൾ റിമാൻഡിലായി ഇപ്പോൾ പുറത്തിറങ്ങിയ ആളുകളുടെ എല്ലാം തന്നെ മൊഴിയുന്നെടുക്കുകയും ടെലിവിഷൻ ചാനലുകൾ അവരുടെ പിറകെ പോവുകയൊക്കെ ചെയ്തു. അവർ നിമിത്തം ഒരാൾ കൊല ചെയ്യപ്പെട്ടെന്നേ, അതൊരു വലിയ പ്രശ്നമല്ലേ? അന്ന് അവരുടെ മുമ്പിൽ ഈ ശ്രീജിത്തിന്റെ പ്രശ്നമല്ലല്ലോ. അവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറയുന്ന ഒരാൾ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹം നിരന്തരമായി, ഞാൻ മനസ്സിലാക്കുന്നത് അതിനു മുമ്പുള്ള ഒരു ഉത്സവപ്പറമ്പിൽ വെച്ചുണ്ടായ പ്രശ്നം, അന്ന് മകൻ കേസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ കേസ് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചിട്ട് വന്ന വളരെ സാത്വികനായ വളരെ മര്യാദക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം പണയം വെച്ച് വീണ്ടും വീണ്ടും ഒരു സംഘത്തിന്റെ ഇവിടെ റഹീം ആ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം ആ വിഷയത്തിലെ പ്രതി അല്ല ശ്രീജിത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ അതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? അത് ദുഃഖകരമായിട്ടുള്ള സംഭവം തന്നെ, അത് ദുഃഖകരമായ സംഭവം തന്നെ. പക്ഷേ ഇവിടെ വിഷയം എന്താ? ഇവിടെ വിഷയം എന്ന് പറയുന്നത് നിരപരാധിയായ ഒരാളെ പിടിച്ചു കൊണ്ടുപോയി കസ്റ്റഡിയിലിട്ട് മർദ്ദിച്ചു കൊന്നു എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി റഹീം,
ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ്. ചിലപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ചില പോലീസുകാർ അങ്ങനെയുണ്ട്, മൃഗീയമായി പെരുമാറുന്ന പോലീസുകാരുണ്ട്, അവരെ തുടച്ചു നീക്കാനാകുന്നില്ല എന്ന ആ ഗദ്ഗതം ഉൾക്കൊള്ളുന്നു. പക്ഷെ മെഡിക്കൽ സപ്പോർട്ട് കൊടുത്തില്ലല്ലോ, ചോദിച്ചപ്പോൾ വെള്ളം കൊടുത്തില്ലല്ലോ. ശ്രീജിത്തിൻ്റെ അമ്മയെ വെള്ളം വേണം എന്ന് പോലീസ് സ്റ്റേഷനിൽ ശ്രീജിത്ത് കരഞ്ഞ് കേണപേക്ഷിച്ചപ്പോൾ അവരടുത്ത വീട്ടിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുകൊടുക്കാൻ പോയപ്പോൾ ഈ കശ്മലന്മാർ അതിനും അനുവദിച്ചില്ല, മെഡിക്കൽ സപ്പോർട്ട് നൽകിയില്ല, വെള്ളം കൊടുക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മളെല്ലാം കണ്ണീരണിയിപ്പിക്കുന്ന കാര്യം. അവിടെയാണ് ഒരു ഇടപെടൽ, അവിടെയാണ് മുഖ്യമന്ത്രിയുടെ സാന്ത്വന സ്പർശം ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ പൊതുസമൂഹമാകെ. ഇപ്പോൾ അഖിലയുടെ ശ്രീജിത്തിൻ്റെ ഭാര്യ അഖില പറയുന്നു മുഖ്യമന്ത്രിയെ കാണാൻ അവർക്ക് ആഗ്രഹമുണ്ട്. നികേഷേ, ഇത് അങ്ങനെ വെള്ളം കൊടുക്കാത്തത് കൊണ്ടും ക്രൂരമായ ഒരു നിരപരാധിയെ കൊണ്ടുപോയി മർദ്ദിച്ചതും കൊലപ്പെടുത്തിയതും കൊണ്ടാണ് അവർക്ക് പോയി ജയിലിൽ കിടക്കുന്നത്. ഇനി ബാക്കി ആരെങ്കിലും അതിൽ അർഹതപ്പെട്ടവർ ഇൻവോൾവ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരും ജയിലിലേക്ക് പോകാൻ പോകുന്നത്. ഗവൺമെന്റ് അത് ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകട്ടെ ഈ ഒരു പ്രശ്നങ്ങളിൽ വളരെ കൃത്യമാണ്. ഇതിനകത്ത് വാസുദേവന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്, പോലീസ് ഉണ്ടാക്കിയ ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രാദേശിക CPM നേതാക്കന്മാർ കൊടുത്ത ലിസ്റ്റാണ്. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള VP ഡെന്നി കൊടുത്ത ലിസ്റ്റാണ്. VP ഡെന്നി തന്നെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി പരമേശ്വരനെ കൊണ്ട് മൊഴി കൊടുപ്പിക്കുന്നു. പരമേശ്വരനല്ല മൊഴി കൊടുത്തത്, VP ഡെന്നിയാണ് മൊഴി കൊടുത്തത്. പരമേശ്വരൻ തന്നെ അത് തിരുത്തുന്നു. മരിച്ച വാസുദേവന്റെ മകൻ തന്നെ വിനീഷ് പറയുന്നു ഈ ശ്രീജിത്ത് അടക്കമുള്ള ആളുകൾ ഇതിനകത്തില്ലെന്ന്. ഇപ്പോൾ പോലീസ് അന്വേഷിച്ചിട്ട് 7 പേരെ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. അവർ പ്രതികളല്ല. ബാക്കി 3 പേർക്ക് എന്തുകൊണ്ടാണ് പോലീസ് ഇതുവരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താത്തത്? ഇതുവരെ ചുമത്തിയില്ലല്ലോ വാസുദേവന്റെ മരണവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് CPM ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ ലിസ്റ്റായിരുന്നു. ഗുരുതരമായിട്ടുള്ള ഭരണഘടന ഗവൺമെന്റിനെ ഉപയോഗിച്ച് CPM നടത്തിയ ഒരു രാഷ്ട്രീയ നാടകമാണ്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നു. പക്ഷേ 3 RTFകാര് ഒരു SI എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഉന്നത പോലീസ് ബന്ധമുണ്ട് എന്ന് മാത്രമല്ല CPMന് ആ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി അവർ ആസൂത്രണം ചെയ്ത ഒരു പ്രതിപട്ടികയാണ്. അപ്പോൾ ആ നിലയിൽ രാഷ്ട്രീയ പങ്കാളിത്തമുണ്ടെന്നാണ് ഷിയാസ് പറയുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം 24 മണിക്കൂർ നടത്തിയ ഉപവാസ സമരത്തിലൂടെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ മുഴുവൻ നേതാക്കന്മാരും വാസുദേവന്റെ മരണവുമായി അവിടെ പോയി. അവർ പ്രതിഷേധ പ്രകടനത്തിലും പ്രതിഷേധ യോഗത്തിലും ഹർത്താലിലൊക്കെ പങ്കെടുത്തവരാണ് ഇവർ നടത്തിയ വെല്ലുവിളിയും ഇവർ നടത്തിയ സ്റ്റേറ്റ്മെന്റിലൂടെ ഇവർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. വളരെ കൃത്യമായി പറഞ്ഞു. CPMന്റെ ജില്ലാ സെക്രട്ടറി എങ്ങനെയാണ് ഒരു SP, എങ്ങനെ ഒരു ഏരിയ കമ്മിറ്റി അംഗം വിളിച്ചു പറഞ്ഞാൽ ഇതുപോലെ 10-15 പേരെ വീടുകളിൽ നിന്ന് എങ്ങനെ അറസ്റ്റ് ചെയ്യുക? പ്രത്യേകിച്ചും CPM ഭരിക്കുമ്പോൾ. CPMന്റെ ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ ഈ കൊലപാതകത്തിന് ഉത്തരവാദികളാണ്. VP ഡെന്നിയെ മാത്രം ചോദ്യം ചെയ്താൽ പോരാ. ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം VP ഡെന്നിയെ മാത്രം ചോദ്യം ചെയ്തിട്ടുള്ളൂ. ഇവിടെ SP-യുടെ ഫോൺ കോളുകൾ പരിശോധിച്ചിട്ടില്ല. ഈ പറയുന്ന CIയുടെ ഫോൺ കോളുകൾ പരിശോധിച്ചിട്ടില്ല. ഈ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ കൃത്യമായി ചെന്നെത്തുന്നത് എറണാകുളത്തെ CPMന്റെ നേതാക്കന്മാരിലായിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഇതുപോലെ 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ കിടക്കുമ്പോൾ അവരെ വിളിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് ഇതുപോലെ കൊലപ്പെടുത്തിയ ഒരു സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഈ സംഭവത്തെയാണ് റഹീമിനെ പോലെയുള്ള ആളുകൾ നിസ്സാരവൽക്കരിച്ച് കാണുന്നത്. ഇന്ന് 16 ദിവസമായി ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ, ഒരു മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു മന്ത്രിയെ, ഒരു MLA, ഒരു പ്രതിനിധിയായി ആ കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടില്ലായിരുന്നു? ആര്യനന്ദ എന്ന് പറയുന്ന 3 വയസ്സുള്ള ഒരു മകൾ പറയുകയാണ്, മഴ പെയ്തപ്പോൾ അച്ഛനെ ചിതാഭസ്മം അടക്കിയ ആ പ്രദേശത്ത് ഈ കുട്ടി പറയുന്നു അച്ഛൻ നനയില്ലേ എന്ന് ചോദിക്കുന്ന വികാര നിർഭരമായിട്ടുള്ള ഒരു രംഗം ആ വീടുകളിൽ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ആ ഒരു മനസ്സ് നിങ്ങൾക്കില്ലാത്തത്? ഇത്ര കരുണയില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുന്ന വർത്തമാനം പറയുന്ന ആളുകളായി CPMന്റെ ആളുകളെന്ന് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവർക്ക് നീതി ലഭിക്കണം. അവർ ആവശ്യപ്പെടുന്നത് ഈ അന്വേഷണ സംഘം അന്വേഷിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വവും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഈ കേസിൽ നിന്ന് ഒഴിവായി പോകും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോക്ടെയിൽ പാർട്ടി നടത്തിയല്ലോ 150 പോലീസുകാരുടെ സാന്നിധ്യത്തിൽ. SP ആലുവ SP സ്റ്റാർ ഹോട്ടലിൽ അദ്ദേഹം പറഞ്ഞതെന്താ? ഞാൻ ഒരു നിസ്സാര സമയത്തേക്ക് മാത്രം മാറി നിൽക്കുന്നു, ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിച്ചതാണ് തൃശ്ശൂർക്ക് മാറുവാൻ.
ഞാൻ DIG ആയി തിരിച്ചു വരുമെന്ന് ഈ 150 പോലീസുകാരുടെ മുന്നിൽ വെളിപ്പെടുത്തുന്ന ഒരു SP ആണ് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ മുഖ്യമന്ത്രിക്ക് വില? ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പ്രവർത്തിക്കേണ്ടത്? രാജിവെച്ച് പോവുകയല്ലേ വേണ്ടത്? റഹീം അതിന് മറുപടി പറയും. ശ്രീ റഹീം, ഒന്നിനും സമയമില്ലാത്ത മുഖ്യമന്ത്രി, അധികാരത്തിന്റെ ഗർവും അഹങ്കാരവും കാണിക്കുന്ന DGP, സ്ഥലം മാറിപ്പോകുന്ന SP പറയുന്നു DIG ആയി ഞാൻ തിരിച്ചു വരാൻ പോവുകയാണ് എന്ന് 150 പോലീസ് ഓഫീസർമാരെ സാക്ഷിയാക്കി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ. ഈ സർക്കാരിനെ ഇല്ലായ്മ ചെയ്യാൻ പോലീസ് മാത്രം പോരെ റഹീം? നികേഷേ, കോൺഗ്രസിനെ പ്രതിനിധി പറഞ്ഞതെല്ലാം തന്നെ വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന മാത്രം കാര്യങ്ങളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഭവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റല്ല. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ, അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം ഇവിടെ ചെയ്യേണ്ടത്, പ്രതിപക്ഷത്തിന്റെ കാലത്ത് ഏതെങ്കിലും ഇതിന് സമാനമായ ഒരു മകുടോദാഹരണം, ഒരു നല്ല ഉദാഹരണം, എക്സാമ്പിൾ കാണിച്ചു തരാൻ കഴിയണം. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്തൊരു വിഷയമാണ് UDF ഭരണകാലത്ത് കൊല ചെയ്യപ്പെട്ട ശ്രീജീവിന്റെ കാര്യം. ഇപ്പോഴും ശ്രീജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ കിടന്നതും തുടർന്നുണ്ടായ സമരങ്ങളും എല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. ഈ ശ്രീജീവിന്റെ കേസിൽ ഇതുപോലെ കസ്റ്റോഡിയൽ ഡെത്തുണ്ടായിട്ട് ഉമ്മൻചാണ്ടി പോയോ? ഇവിടെ നിങ്ങളിവിടുത്തെ സ്ഥല MLA പോയോ? അവിടെ ആരെങ്കിലും പോയോ? പോയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ പോയ കാര്യം ഇങ്ങോട്ട് പറ. അന്ന് നിങ്ങൾ നഷ്ടപരിഹാരം അവിടെ കൊടുത്തോ? കൊടുത്തില്ലല്ലോ. 2 ഏജൻസി അന്ന് അന്വേഷിച്ചു. അന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ, നിങ്ങളുടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയ കഥയാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. ആട്ടി ഇറക്കി പുറത്തുവിട്ടു. അങ്ങനെ പുറത്തുവിട്ട പാർട്ടീസാണ് ഇപ്പൊ വന്നിരുന്ന കേരള മുഖ്യമന്ത്രി 10 ദിവസത്തിനകം കയ്യാമം വെച്ച് ഞങ്ങൾ ജയിലിനകത്താക്കി. കോൺഗ്രസ് പറ, കഴിഞ്ഞ UDFന്റെ ഭരണകാലത്ത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രിയായപ്പോൾ, ഇല്ലെങ്കിൽ അതിനു മുമ്പ് തിരുവഞ്ചൂരിന്റെ കാലത്ത് മാതൃകാപരമായി ചെയ്ത ഒരു പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാനുണ്ടോ? നിങ്ങൾക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ കാലത്ത് ഒരു കസ്റ്റഡി മരണം പോലും ഉണ്ടാകാൻ പാടില്ല, ഒരു കസ്റ്റഡി ടോർച്ചർ പോലും ഉണ്ടാകാൻ പാടില്ല. അത് ഞങ്ങൾക്ക് വേണ്ട നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരെണ്ണം ഉണ്ടായിപ്പോയി. ആ ഉണ്ടായ സംഭവത്തെ അവിടെ ഇത് ആദ്യത്തേതും അവസാനത്തേതുമാകണം. LDF ഭരണകാലത്ത് ഇങ്ങനെ ഒരു കസ്റ്റഡി ഡെത്ത് ഉണ്ടാകാൻ പാടില്ല. അത് കേരളം പ്രതീക്ഷിച്ചതല്ല. ഇത് ആദ്യത്തേതാണ്, ഇത് അവസാനത്തേതുമാകണം. അങ്ങനെ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. 23 മാസക്കാലം കൊണ്ട് 6 കസ്റ്റഡി മരണമാണ് കേരളത്തിൽ നടന്നത്. 22 രാഷ്ട്രീയ കൊലപാതകം നടന്നു. എന്ത് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു? രാഷ്ട്രീയ കൊലപാതകം നടത്തിയ കൊലപാതകളായിട്ടുള്ള ആളുകൾക്ക് മണിയറ ഒരുക്കിയ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ജയിലറയ്ക്കുള്ളിൽ മണിയറ ഒരുക്കിയ ഗവൺമെന്റാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഷുഹൈബിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടത്താൻ പറയുമ്പോൾ ഗവൺമെന്റ് എന്തിനാ ഹൈക്കോടതിയിൽ സ്റ്റേക്ക് പോയതിനാ? അപ്പോൾ ഗവൺമെന്റ് രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നു. ഇതൊന്നും ഞങ്ങളുടെ കാലഘട്ടത്തിൽ നടത്തിയിട്ടില്ല. TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശിക്ഷ വിധിക്കപ്പെട്ട കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന CPM നേതാവിനെ ഇപ്പോഴും പരോളിൽ വിട്ട് അവരെ വീടുകളിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ഗവൺമെന്റ്. പിന്നെ എന്ത് ധാർമ്മികതയാണ് റഹീം നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ധാർമ്മികതയാണോ നിങ്ങൾ പറയുന്നത്? 6 കസ്റ്റഡി മരണമാണ് ഇവിടെ നടന്നത്. ശ്രീജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ റഹീം അടക്കമുള്ളവർ രാവിലെ പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ടെലിവിഷനിൽ സദാസമയവും കാണാൻ കഴിയുന്ന സമയത്ത് കാണുമ്പോഴും ഒക്കെ ചിന്തിക്കുന്ന വിഷയമായിരിക്കില്ല ഇപ്പോൾ ഷിയാസ് പറയുന്നത്. എത്രയെത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ, എത്രയെത്ര കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മരണം സംഭവിക്കുമ്പോൾ ഗവൺമെൻറ് അതിനോട് പാലിക്കുന്ന ഒരു മനോഭാവം, വീട്ടിൽ ചെല്ലാതിരിക്കുക, ഇതെല്ലാം രാഷ്ട്രീയക്കാർക്ക് ജൈവമായ ഒരു ഇടപെടലിലൂടെ പരിഹരിക്കാവുന്നതും സാന്ത്വനിപ്പിക്കാവുന്നതും അല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി ഈ സർക്കാരിൽ തന്നെയുള്ളവർ ഈ നിലയിൽ പെരുമാറുന്നു എന്നുള്ളത് എല്ലാവർക്കും തോന്നുന്ന വിഷയവും നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് തോന്നേണ്ടതുമായിട്ടുള്ള കാര്യമല്ലേ? അല്ല, നികേഷ് ചോദിച്ച ചോദ്യം എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ പുറത്ത് വലിയൊരു ഒച്ചപ്പാടാണ്, അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ കേട്ടതിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയാം.
ഞാൻ അരിയിത്ര എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ പയറഞ്ഞാഴി എന്നാണ്. അല്ല, രാഷ്ട്രീയമായി കസ്റ്റഡി മരണങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ലല്ലോ റഹീം. ഞാൻ ചോദിച്ച ചോദ്യം പറയട്ടെ, ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ഇത്രയേ ഉള്ളൂ. എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഓരോ രാഷ്ട്രീയ കൊലപാതക ഘട്ടത്തിലും ഖണ്ഡശയായി ചർച്ചകൾ നടത്തേണ്ട ഒരു സാഹചര്യം വരുന്നു. പിണറായി വിജയൻ സർക്കാർ ഉണ്ടായപ്പോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത്ര, ഈ കസ്റ്റഡി മരണം ഇങ്ങനെ പോയാൽ ഈ സർക്കാരിന്റെ അവസാനം ഈ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊണ്ടും കസ്റ്റഡി മരണം കൊണ്ടുമാണ് എന്ന് റഹീമിനെ പോലുള്ളവർക്ക് തന്നെ തോന്നുന്നില്ലേ? നികേഷ്, അനാവശ്യമായി പറയാതിരിക്കൂ. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറയുകയാണ് ചെയ്തത്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെടുക്കുക. അത് ചർച്ച ചെയ്യേണ്ട വേദിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളത്. അതാണ് ഞാൻ ചിരിച്ചോണ്ടിരുന്നത്. രാഷ്ട്രീയ പ്രസംഗത്തിൽ ആ സുഹൃത്ത് പറഞ്ഞതൊക്കെ ഉതകും. മുമ്പിലിരിക്കുന്നതെല്ലാം ഒരേ അണികളാണ്, കൈയടിച്ചു തരും. എം ഹസന്റെ യാത്രയും വരുന്നുണ്ട്. അതിലൊരു വേദി കിട്ടിയാൽ അദ്ദേഹം ആ അവസരം ചോദിച്ചു വാങ്ങി പ്രസംഗിച്ചാൽ കൊള്ളാം, നല്ല വാക്കൊക്കെയാണ്. അവിടെ പോയി പ്രസംഗിച്ചാൽ മതി, കണക്കിന് ചേരില്ല. ഇതുപോലൊരു ചർച്ചയിൽ ഫാക്റ്റുകൾ വെക്കൂ. കേരളത്തിൽ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെടുക്കൂ. അത് ഗൂഗിളിൽ കിട്ടും. അങ്ങയുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ കിട്ടുന്നേ. ഒരു വർഷക്കാലം ഈ ഗവൺമെന്റ് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അക്രമം നടക്കുന്ന, ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളതാണ്. എത്രയായി ഞങ്ങൾ കൃത്യമായ കണക്ക് പറഞ്ഞുതരാം. ഇവിടെ റഹീമിനെ പോലെയുള്ള ആളുകൾ പ്രസ്താവനകൾ നടത്തരുത്. ഇതുപോലെ ഒരു എസ്പിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് സാധിക്കുന്നില്ല എങ്കിൽ മറ്റേത് വിഷയത്തെക്കാൾ കൂടുതൽ ജനം എതിർക്കാൻ പോകുന്നത്, ജനം മടുക്കാൻ പോകുന്നത് ഈ വിഷയമായിരിക്കും. അത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ സർക്കാരിന്റെയും അന്ത്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ഈ ക്രമസമാധാന പരിപാലനം വിഷയമാണ്. അഖിലയിലേക്ക് വീണ്ടും. ശ്രീമതി അഖില, മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയിൽ ഇത്തരം കാര്യങ്ങൾ പരാതിയായി ഉന്നയിക്കുമ്പോൾ അത് പരിഹരിക്കാൻ കഴിയുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് അഖിലയ്ക്കും ശ്രീജിത്തിന്റെ കുടുംബത്തിനും തോന്നുന്നുണ്ടോ? ഇപ്പൊ മുഖ്യമന്ത്രി ഇവിടെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ പരാതികളും ഞങ്ങൾ പറയും. അദ്ദേഹം അതിനനുസരിച്ച് നമ്മൾക്കത് ചെയ്ത് തരുമെന്ന വിശ്വാസത്തോടെയാണ് നമ്മളത് പറയണത്. അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു നമുക്ക് നീതി കിട്ടേണ്ടതും പിന്നെ അതിൻ്റെ ഒരു നമ്മളിൽ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസത്തോടും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ അദ്ദേഹം അതത് മനസ്സിലാക്കി പെരുമാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോട് പറയാനുണ്ടോ? ഇതൊരു മാധ്യമമാണ്, അതിലൂടെ ഉന്നയിക്കുമ്പോൾ അത് ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ പോലും എത്തിയേക്കാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ആവശ്യം ശ്രീജിത്തിന്റെ കുടുംബത്തിനുണ്ടോ? അഖിലയുമായി ബന്ധപ്പെടാൻ ഇപ്പോൾ കഴിയുന്നില്ല. ഏതായാലും ഷിയാസിന് എന്തോ പറയാനുണ്ട്, വളരെ ചുരുക്കി ഒരു വാചകത്തിൽ. 16 ദിവസക്കാലമായി ഈ 3 വയസ്സുള്ള ഒരു കുട്ടിയും 26 വയസ്സുള്ള ഒരു വിധവയായ ഒരു സ്ത്രീയുമുണ്ട്. ആ കുട്ടിക്ക് ഒരു ജോലി കൊടുക്കണ്ടേ? അവരുടെ കുടുംബം കഴിയണ്ടേ? ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ തന്നെ UDFിൻ്റെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവർക്ക് വേണ്ടി ഒരു ധനസഹായ നിധി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രൊഫസർ KV തോമസ് മാഷ് ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. ഇത്രയും ദിവസക്കാലമായി അവരുടെ വീടുകളിൽ പോകാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് എന്ത് തിരക്കാണ് ഈ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക്? 5 മന്ത്രിമാർ ഈ പറവൂരിൽ തന്നെ വന്നു. ഈ 16 ദിവസക്കാലത്തിനിടയിൽ രാഷ്ട്രീയം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഷിയാസിന്റെ രാഷ്ട്രീയം ഞാൻ തടയുന്നില്ല. പക്ഷേ റഹീം, ആ രാഷ്ട്രീയത്തിന് മറുപടി പറയാനുള്ള ബാധ്യത ഭരണ നേതൃത്വത്തിനുണ്ട്. പെട്ടെന്ന് അതെ, നികേഷ് ഈ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ചർച്ച തുടങ്ങി അവസാനിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ അവർ ഒരേ ഒരു പരിഭവം മാത്രമേ പറയുന്നുള്ളൂ, മുഖ്യമന്ത്രി പോയില്ല എന്നുള്ളത് വാസ്തവമാണ്.
അപ്പൊ ആ പരാതി മാത്രമല്ലേ ഉള്ളൂ, വേറൊരു പരാതി അവർക്കില്ലല്ലോ. അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് റഹീം അതൊന്നും ഓവർലാപ്പ് ചെയ്ത് കളയരുത്. അന്വേഷണത്തിൽ അവർക്ക് അതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് അഖില ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. CIയുടെയും SP-യുടെയും പങ്കാളിത്തത്തെ സംബന്ധിച്ച് അഖിലയ്ക്കും കുടുംബത്തിനും സംശയമുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ അവർക്ക് ആഗ്രഹമുണ്ട്. മുഖ്യമന്ത്രിയോട് ഞങ്ങളുടെ പരിഭവം അറിയിക്കുമെന്നാണ് പറഞ്ഞത്. അടുത്ത എൻ്റെ ചോദ്യം അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നായിരുന്നു. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് കണക്ടിവിറ്റി കട്ടായിപ്പോയി എന്നുള്ളത് കൊണ്ട് അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ അഖിലയിലൂന്നിയല്ല സംസാരിക്കുന്നത്. ഹലോ, പറയൂ റഹീം. കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായത്തിനോട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഞാൻ അഖിലയുടെ പ്രതികരണമായിട്ടല്ല. അഖില ഇക്കാര്യത്തിൽ ആദ്യമേ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യമല്ല ഞാൻ കേൾക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഇരയെന്ന നിലയിൽ അവർക്ക് കോടതിയെ സമീപിക്കാം. കോടതി ഇതിന്റെ മെറിറ്റ് നോക്കട്ടെ. ഓൺ മെറിറ്റിൽ കോടതി എടുക്കുന്ന ഏത് സമീപനത്തെയും ഞങ്ങൾക്ക് സർവാത്മന സ്വാഗതം ചെയ്യും. ഞങ്ങൾക്ക് കാര്യത്തിൽ കോടതിയിൽ ഒരു ദുരഭിമാനവുമില്ല. ഒന്ന്. രണ്ടാമത്, ഇപ്പുറത്തെ വശത്ത് കോൺഗ്രസ് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷത്തിന് ഇപ്പോൾ ആകെയുള്ള ഒരു പരാതി അവിടെ 5-10 മന്ത്രിമാരുണ്ട്, എന്നിട്ട് ആരും പോയില്ല എന്നാണ്. അതിനാണ് എന്റെ മറുപടി. താങ്കൾ പറഞ്ഞതിന് റഹീം മറുപടി പറയുക എന്നത് മാത്രമേ ഉദ്ദേശിക്കൂ. ഷിയാസ്, ഒപ്പം തന്നെ അഖില ഈ വിഷയത്തിൽ സംസാരിച്ചതിന് നന്ദി. ഒപ്പം തന്നെ അജിത്ത്, ശ്രീജിത്തിന്റെ സുഹൃത്ത്, റഹീം, എല്ലാവർക്കും നന്ദി ന്യൂസ് നൈറ്റിൽ പങ്കെടുത്തതിന്. നമസ്കാരം.